ഓക്കെ, നമ്മള് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണേ. ഇതിന് ഇപ്രാവശ്യം നമ്മൾ കവർ ചെയ്യാൻ പോണ ടോപ്പിക്സ് ട്രാൻസ്ഫോമറിൽ വരുന്ന ഫോൾട്സ്, പിന്നെ അത് ഫോൾട്ടിനെയൊക്കെ നമുക്ക് ഫോൾട്ടിൽ നിന്നൊക്കെ ട്രാൻസ്ഫോമറിനെ പ്രൊട്ടക്ട് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന റിലേസ്, പിന്നെ ഒരു ട്രാൻസ്ഫോമർ, ഒരു സൈറ്റിലേക്ക് ഒരു ട്രാൻസ്ഫോമർ എങ്ങനെയാ നമ്മൾ സെലക്ട് ചെയ്യുക, അതിന്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെയാ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഇന്നത്തെ സ്ലൈഡ്സിൽ കവർ ചെയ്യാൻ പോണം. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് സാധാരണ വരാറുള്ള ഫോൾട്സ് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ, ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട്. അറിയാലോ, കറണ്ട് പോവില്ല ഓപ്പൺ സർക്യൂട്ട് ആവുന്ന സമയത്ത്. അങ്ങനെ ഓപ്പൺ ആയി ഇത് കണക്ഷൻ ഇല്ലാതെ വരുന്ന സമയത്ത് ഫോൾട്ടിനാണ് ഓപ്പൺ സർക്യൂട്ട് ഫോൾട്ട് എന്ന് പറയുക. രണ്ടാമത് വരുന്നത് ഓവർ ഹീറ്റിംഗ് ഓർ ഓവർലോഡിംഗ് ഫോൾട്ട്. ഓവർലോഡിംഗ് എപ്പോഴാണ് വരിക? ഓവർ കറണ്ട് വരുമ്പോഴാണ് ഓവർലോഡിംഗ് വരിക. അപ്പൊ കറണ്ട് റേറ്റഡ് കറണ്ടിനേക്കാളും കൂടുതലായിട്ട് ഓവറായിട്ട് വരുന്ന സമയത്ത് ഹീറ്റും കൂടും. ആ സമയത്ത് ഹീറ്റും കൂടും. അതുകൊണ്ടാണ് ഓവർ ഹീറ്റിംഗ് അതിനോട് ചേർന്ന് തന്നെ പറഞ്ഞത്. അപ്പൊ ഓവർ ഹീറ്റിംഗ് ഓർ ഓവർലോഡിംഗ്, കറണ്ട് കൂടുതലായിട്ട് വരുന്ന സമയത്താണ് അത് വരിക. ഇനി അടുത്തത് വൈൻഡിങ് ഷോർട്ട് സർക്യൂട്ടിംഗ് ഫോൾട്ട്. വൈൻഡിങ്ങില് ആണ് നമുക്ക് കറണ്ട് വരുന്നത്, അവിടെ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വരിക, അല്ലെങ്കിൽ വൈൻഡിങ്ങും കോറും തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് വരിക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഫോൾട്ട് ആണ് വൈൻഡിങ് ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട്. പിന്നെ ലൈറ്റ്നിങ് വരുന്ന സമയത്ത് ഫോൾട്സ് ആണ് ഫോൾട്സ് ഡ്യൂ ടു ലൈറ്റ്നിങ്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഇതിന്നൊക്കെ നമ്മുടെ ട്രാൻസ്ഫോമറിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിലേസ് ആണ് ബുച്ചോൾസ് റിലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായി, ഇപ്രാവശ്യം ഒന്നും കൂടെ പറയാം. പിന്നെ സെക്കൻഡ്, എർത്ത് ഫോൾട്ട് റിലേ. തേർഡ്, ഡിഫറൻഷ്യൽ റിലേ. പിന്നെ ഫോർത്ത്, ഓവർ കറണ്ട് റിലേ. ഇതിനകത്ത് ബുച്ചോൾസ് റിലേയും ഡിഫറൻഷ്യൽ റിലേയും ഓവർ കറണ്ട് റിലേയും ഇത് മൂന്നും നമ്മൾ പവർ ട്രാൻസ്ഫോമേഴ്സിൽ മാത്രമാണ് യൂസ് ചെയ്യുള്ളൂ. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിലെല്ലാം നമ്മൾ EFR മാത്രമാണ്, എർത്ത് ഫോൾട്ട് റിലേ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യണം. ഫസ്റ്റ് വൺ, ഇത് പവർ ട്രാൻസ്ഫോമറിൽ വരുന്നതാണ് ബുച്ചോൾസ് റിലേ. ബുച്ചോൾസ് റിലേ എന്ന് പറഞ്ഞാൽ അതിന് എഴുതിയിട്ടുണ്ട് ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേ. അതായത് ഇതിനകത്ത് ഈ ഓയിലിനകത്ത് ഡീകമ്പോസിഷൻ സംഭവിക്കും. കറണ്ട് ഓവർ കറണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഫോൾട്ട് വരുമ്പോഴൊക്കെ ഇതിനകത്ത് ടെമ്പറേച്ചർ കൂടുതലായിട്ട് വരും, ഓയിൽ ഡീകമ്പോസ് ചെയ്യും. ഡീകമ്പോസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനൊക്കെ റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന ഗ്യാസ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഇതുണ്ടല്ലോ, ഓയിലിൽ ഇമേഴ്സ് ചെയ്തില്ല വെച്ചേ, ആ ഓയിലിൽ നിന്ന് നമുക്കൊരു ഒരു പൈപ്പ് വഴിയാണ് നമുക്ക് കൺസർവേറ്ററിലേക്ക് പോണത്. കൺസർവേറ്ററിലാണ് നമ്മൾ എക്സസ് ഓയിലിൽ ചെന്ന് നിൽക്കുക. അപ്പൊ ഈ പോണ പൈപ്പിലാണ് നമ്മൾ ബുച്ചോൾസ് റിലേ വെക്കുക. അപ്പൊ ഈ ബുച്ചോൾസ് റിലേയുടെ ഉള്ളിൽ ഓയിലിന്റെ ലെവൽ അനുസരിച്ചിട്ടാണ് ഈ ബുച്ചോൾസ് റിലേ വർക്ക് ചെയ്യുക. അപ്പൊ കൂടുതലായിട്ട് ഗ്യാസ് ഇങ്ങനെ ഫോർമേഷൻ വരികയാണെങ്കിൽ, ഓയിൽ ഡികമ്പോസ് ചെയ്ത് കൂടുതലായിട്ട് ഗ്യാസ് ഫോർമേഷൻ വരികയാണെങ്കിൽ ഈ ഗ്യാസ് വന്നിട്ട് ബുച്ചോൾസ് റിലേയുടെ മുകളിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യും. അപ്പൊ ഓയിൽ ലെവൽ അതിനനുസരിച്ച് കുറഞ്ഞു വരാൻ തുടങ്ങും. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അതിനകത്ത് മെർക്കുറി സ്വിച്ച് ഉണ്ട്. ആ മെർക്കുറി സ്വിച്ച് ആക്ടിവേറ്റഡ് ആവും. ബുച്ചോൾസ് റിലേ എന്താ ഡ്രിപ്പിംഗ് സർക്യൂട്ടിലേക്ക് ഇത് കൊടുക്കും. അങ്ങനെ ട്രിപ്പ് ആവും. അതാണ് സംഭവിക്കണം. ബുച്ചോൾസ് റിലേകളിൽ അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിനകത്ത് മുകളിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്യാസ് അത് നമുക്ക് കളക്ട് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഒരു വാൾവ് ഉണ്ടാവും. വാൾവ് തുറന്നിട്ട് ആ ഗ്യാസ് കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നോക്കിയിട്ട് നമുക്ക് ഫോൾട്ട് ലെവലിന്റെ ഒരു ഇന്റൻസിറ്റി ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ബുച്ചോൾസ് റിലേ യൂസ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞ ഒരു പതുക്കെ ഒരു സ്ലോ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു റിലേ ആണ് ബുച്ചോൾസ് റിലേ. ഓപ്പറേറ്റിംഗ് ടൈം ഒരു 0.1 സെക്കൻഡ് മുതൽ 0.2 സെക്കൻഡ് വരെയൊക്കെയാണ് ആവറേജ് ആയിട്ട് ഇത് ഉണ്ടാവുക. പതുക്കെ പതുക്കെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് വരുള്ളൂ ഈ ബുച്ചോൾസ് റിലേ. ഇനി അടുത്തത് നമ്മൾ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ ആണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ കാണാം, ഒരു പവർ ട്രാൻസ്ഫോമർ ഉണ്ട്. അതിന്റെ പ്രൈമറി സൈഡ് ഡെൽറ്റ ചെയ്തിട്ടുണ്ട്, സെക്കൻഡറി സൈഡ് സ്റ്റാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡിലും സെക്കൻഡറി സൈഡിലും നമ്മൾ കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് വെക്കും. കറണ്ട് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് ഒരു എന്താ ചെയ്യണേ വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് ഒരു റേറ്റഡ് കറണ്ടിന്ന് ഒരു ബിലോ കറണ്ടിലേക്ക് നമുക്ക് കുറയ്ക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഈ ലൈനിൽ പോണത് ഒരു 500 ആംബിയർ ആണെങ്കിൽ അതിനെ കുറച്ച് ഒരു 5 ആംബിയർ ഒക്കെ ആക്കിയിട്ട് മാറ്റാം. അങ്ങനെ കറണ്ടിന്റെ റേറ്റിംഗ് കുറയ്ക്കുന്ന ട്രാൻസ്ഫോമർ ആണ് കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയാം. നമ്മൾ കറണ്ട് ട്രാൻസ്ഫോമർ കറണ്ട് നമുക്ക് പാരലൽ ആയിട്ട് അല്ല സീരീസ് ആയിട്ടല്ലേ വെക്കേണ്ടത്. കറണ്ട് ട്രാൻസ്ഫോമർ നമുക്ക് കറണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എമ്മീറ്റർ ഒക്കെ സീരീസ് ആയിട്ടല്ലേ വെക്കുക. അതുപോലെ CT നമ്മൾ സീരീസ് ആയിട്ട് വെക്കണം. എന്നിട്ട് അതിനകത്ത് പോകുന്ന കറണ്ടിനെ നമ്മൾ ലോവർ കറണ്ട് റേറ്റിംഗിലേക്ക് ഈ കറണ്ട് ട്രാൻസ്ഫോമർ മാറ്റും. അങ്ങനെ മാറ്റിയിട്ടാണ് നമ്മൾ റിലേക്ക് കൊടുക്കുക. കാരണം ആ ഫുൾ കറണ്ട് നമുക്ക് റിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. റിലേ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ആംബിയർ മാത്രം കൊടുത്താൽ മതി.
അപ്പൊ അങ്ങനെ പ്രൈമറി സൈഡിലും സെക്കൻഡറി സൈഡിലും നമ്മൾ ഈ കറണ്ട് ട്രാൻസ്ഫോമർ വെച്ചിട്ട് കറണ്ട് റേറ്റിംഗ് കുറച്ചിട്ട് നമ്മൾ റിലേയിലേക്ക് കൊടുക്കും. ഈ റിലേയിൽ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈമറി സൈഡിലത്തെ കറണ്ടിനെയും സെക്കൻഡറി സൈഡിലത്തെ കറണ്ടിനെയും കൂടിയിട്ട് ഡിഫറൻസ് എടുക്കും. ഡിഫറൻസ് എടുക്കുമ്പോൾ 0 ആണെങ്കിൽ കുഴപ്പമില്ല, അല്ല കറണ്ട് വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, ഇൻകമറിലേക്ക് കൂടെ പോകുന്ന കറണ്ടും ഔട്ട് ഗോയിങ്ങിലെ കൂടെ പോകുന്ന കറണ്ടിലും തമ്മിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ ആ കറണ്ട് എവിടെയോ പോകുന്നുണ്ട്, അതിനർത്ഥം അതിന്റെ ഉള്ളിൽ എന്തോ ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ ഈ ഫിഗറിൽ കാണാം, പ്രൈമറി സൈഡാണ് എൻ പി, കണ്ട പ്രൈമറി ടേൺസ് ആണ് എൻ പി, എൻ എസ് എന്ന് പറയുന്നത് സെക്കൻഡറി ടേൺസ്. അപ്പൊ പ്രൈമറി കറണ്ട് വരുന്നതാണ് ഐ പി, സെക്കൻഡറി കറണ്ട് ആണ് ഐ എസ്. അപ്പോ CT1 എന്ന് പറയുന്നത് പ്രൈമറി സൈഡിലെ കറണ്ടിനെ നമുക്ക് ലോവർ വാല്യൂലേക്ക് മാറ്റാനുള്ള കറണ്ട് ട്രാൻസ്ഫോമർ ആണ് CT1. CT2 സെക്കൻഡറി സൈഡിലത്തുള്ളത്. ഇത് രണ്ടും കൂടി എടുത്തിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ റിലേയിലേക്ക് കൊടുത്തു. അപ്പോൾ I1 എന്നവിടെ ഉദ്ദേശിക്കുന്ന IP-യും I2 എന്ന് പറയുന്നത് IS-ഉം. അപ്പൊ ID എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ്. ഈ ഡിഫറൻസ് ഉണ്ടോ നോക്കൂ. ഈ I1 മൈനസ് I2 0 ആണെങ്കിൽ ഡിഫറൻഷ്യൽ റിലേ ആക്ടിവേറ്റ് ചെയ്യില്ല. എപ്പോഴാണോ ID ഒരു വാല്യൂ വരുന്നത് അപ്പോ എന്താ, ആ ട്രാൻസ്ഫോമറിന്റെ ഉള്ളിൽ ഒരു ഇന്റേണൽ ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ റിലേ ആക്ടിവേറ്റ് ചെയ്യും, ട്രിപ്പ് ചെയ്യും. അതാണ് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ. ഇനി അടുത്തത് ഇത് അതിന്റെ നോട്ട്സ് ആണ്. ഇന്റേണൽ ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അത് വരുന്നതെന്നുള്ള നോട്ട്സ് ആണിത്. ഇനി അടുത്തത് എന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ റിലേ ഞാൻ പറഞ്ഞു പവർ ട്രാൻസ്ഫോമറിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതായത് വലിയ കറണ്ട് ഡിഫറൻസ് വരുമ്പോൾ മാത്രമാണ് ഈ ഡിഫറൻഷ്യൽ റിലേനകത്ത് അത് നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ കറണ്ട് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ സിംഗിൾ ഫേസ് ആയിട്ട് ചെറിയ ഒരു വൈൻഡിങ്ങും എർത്തും തമ്മിൽ അങ്ങനെയൊക്കെ സിംഗിൾ ഫേസ് ആയിട്ടൊക്കെ ഉള്ള എന്താ ഫോൾട്ട് ആണ് സംഭവിക്കുന്നത് വെച്ചാൽ ഡിഫറൻഷ്യൽ റിലേയിൽ അത്ര വലിയൊരു വ്യത്യാസമൊന്നും ഡിഫറൻസ് ചെയ്യുമ്പോൾ കാണിക്കില്ല. അപ്പൊ 0.000 എത്രയ്ക്കും വരികയാണെങ്കിൽ അത് 0 ആയിട്ട് തന്നെ അസ്യൂം ചെയ്യുള്ളൂ. അപ്പൊ ചെറിയ കറണ്ട് ഒന്നും നമുക്ക് ഡിഫറൻഷ്യൽ റിലേയില് കാണിക്കില്ല. അപ്പൊ വലിയ കറണ്ട് മാത്രമാണ് കാണിക്കുള്ളൂ. അപ്പൊ ചെറിയ കറണ്ടും ഇപ്പോ വൈൻഡിങ് ടു കോർ ഫോൾട്ട് എന്ന് പറഞ്ഞില്ല, ഇപ്പൊ ഏതെങ്കിലും ഒരു ഫേസും കോറും തമ്മിൽ ഒരു ഷോർട്ട് വരിക, അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ഫോൾട്ട് ഉള്ള സമയത്ത് വരെ നമുക്ക് ഈ എർത്ത് ഫോൾട്ട് പ്രൊട്ടക്ഷൻ കൊണ്ട് ചെയ്യാൻ പറ്റും. എർത്ത് ഫോൾട്ട് റിലേ സെൻസ് ചെയ്യും. എർത്ത് ഫോൾട്ട് റിലേ നമ്മൾ എങ്ങനെ വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫേസും എർത്തും തമ്മിൽ വെക്കും. അടുത്ത സ്ലൈഡ്. ഇപ്പൊ ഇതിൽ കാണാം നമുക്ക് എന്താ പ്രൈമറി അല്ല സെക്കൻഡറി സൈഡാണ്. അപ്പോ RYBയിൽ 3 എണ്ണത്തിൽ നമ്മൾ CT വെച്ചിട്ടുണ്ട്. പിന്നെ ന്യൂട്രൽ പോണ്ട് അവിടെ ഒരു CT വെച്ചിട്ടുണ്ട്, ന്യൂട്രൽ CT. അപ്പോ നമുക്ക് ഈ പ്രൈമറി സൈഡിലത്തെ കറണ്ട് വെച്ചിട്ട് കറണ്ട് ട്രാൻസ്ഫോമർ എടുത്തു. എന്താ ന്യൂട്രലിൽ പോടുന്ന വെച്ചിട്ട് നമുക്ക് കറണ്ട് എടുത്തു. ഇത് രണ്ടും തമ്മിൽ നോക്കും. അപ്പൊ എപ്പോഴാണോ ന്യൂട്രൽ CTയിൽ കറണ്ട് കൂടുതലായിട്ട്, ഇപ്പൊ പ്രൈമറി കൂടെ പോണത് ഇതിൽ ന്യൂട്രലിൽ കൂടെ പോകണ്ടാവുമല്ലോ, അപ്പൊ എപ്പോഴെങ്കിലും അതിനകത്ത് കൂടുതലായിട്ട് ഒരു കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ EF റിലേ ആക്ടിവേറ്റ് ആവും. അടുത്തത് ഇപ്പൊ കണ്ടോ, എക്സ്റ്റേണൽ ഫോൾട്ട് ആണെങ്കിൽ നമുക്ക് ഈ ന്യൂട്രൽ ഈ എർത്ത് ഫോൾട്ട് റിലേ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇന്റേണൽ ഫോൾട്ട് ആണെങ്കിൽ കണ്ടോ, NCT ഓൺലി ക്യാരീസ് ദ അൺബാലൻസ്ഡ് ഫോൾട്ട് കറണ്ട്. ഫോൾട്ട് കറണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു അൺബാലൻസ് വന്നു എന്നാണ്. അപ്പൊ അൺബാലൻസ് വരുന്ന സമയത്ത് ന്യൂട്രൽ CTയിൽ കൂടുതലായിട്ട് കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് സെൻസ് ചെയ്യും. അങ്ങനെ നമുക്ക് എർത്ത് ഫോൾട്ട് റിലേ വർക്ക് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും, നമ്മുടെ ട്രാൻസ്ഫോമറിനെ ട്രിപ്പ് ചെയ്യും, CB ട്രിപ്പ് ചെയ്യും, ട്രാൻസ്ഫോമറിനെ ഡിസ്കണക്ട് ചെയ്യും. ഇനി അടുത്തതാണ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ. ഇപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇന്റേണൽ ഫോൾട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. എർത്ത് ഫോൾട്ട് റിലേ ആണെങ്കിലും ഡിഫറൻഷ്യൽ റിലേ ആണെങ്കിലും ബുച്ചോൾസ് റിലേ ആണെങ്കിലും നമുക്ക് ഇന്റേണൽ ഫോൾട്ട്സിനാണ് നോക്കണത്. ഇനി നമുക്ക് എക്സ്റ്റേണലി പുറത്തുനിന്ന് വരുന്ന ആ ലൈനിൽ നിന്ന് നമ്മൾ വരുന്ന കറണ്ട് ഓവറായിട്ട് കറണ്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർ കറണ്ട് റിലേ വെക്കുന്നത്. സാധാരണ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ നോർമലി എത്രയാണ് കറണ്ട് വരുന്നതെന്നുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഇത് ഡിഫ്ലക്ട് ചെയ്യില്ല. എപ്പോഴെങ്കിലും കൂടുതലായിട്ട് കറണ്ട് അതിൽ കൂടെ വരുമ്പോൾ അതിന് ഡിഫ്ലക്ഷൻ ഫോഴ്സ് വരും, അങ്ങനെ അത് ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ഓവർ കറണ്ട് റിലേ ട്രിപ്പ് സർക്യൂട്ടിലേക്ക് കമന്റ് കൊടുക്കും, ട്രിപ്പ് ആവും. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഇൻകമർ സൈഡിൽ കണ്ടോ, ഇങ്ങനെ ആറും പൈപ്പിയിലും 3 എണ്ണത്തിൽ നമ്മൾ CT വെച്ചിട്ടുണ്ട്. ഈ CT നമ്മൾ ഓവർ കറണ്ട് റിലേ 3 6 കാണാണ്ടാവും, അത് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഓവർ കറണ്ട് വരുന്ന സമയത്ത് അപ്പൊ തന്നെ അത് സെൻസ് ചെയ്തിട്ട് ട്രിപ്പ് ചെയ്യും.
ഇനി അടുത്തത് ഒരെണ്ണമാണ് തെർമൽ റിലേ. തെർമൽ റിലേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇത് ഈ പറഞ്ഞ പോലെ കറണ്ട് കൂടാണ്. ഇപ്പൊ ഫോൾട്ട് വരുന്ന സമയത്ത് എക്സ്ട്രാ കറണ്ട് വരില്ല, ആ സമയത്ത് ടെമ്പറേച്ചർ കൂടും. അപ്പൊ ടെമ്പറേച്ചർ ഒരു പരിധിക്ക് കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ട്രാൻസ്ഫോമറിന്റെ ടെമ്പറേച്ചർ ഒരു പരിധിക്ക് കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമൽ റിലേ യൂസ് ചെയ്യണത്. അപ്പൊ അതിനകത്തൊരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് ആണ് ഉണ്ടാവുക. ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് മെറ്റൽ വെച്ചിട്ടായിരിക്കും ഈ സ്ട്രിപ്പ് ഉണ്ടാക്കുക. അപ്പോൾ ഈ ഹീറ്റ് ചെയ്യണ സമയത്ത് ഈ രണ്ടെണ്ണം എക്സ്പാൻഡ് ചെയ്യണതിന്റെ റേഷ്യോ വ്യത്യാസം ഉണ്ടാവും. അപ്പോ ഒരെണ്ണം എക്സ്പാൻഡ് ചെയ്യണതായിരിക്കില്ല, അതിന്റെ തൊട്ട് താഴെയുള്ള സ്ട്രിപ്പ് എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ ഇത് വളയും. ഈ വളയുന്ന അനുസരിച്ചിട്ട് നമ്മുടെ കോണ്ടാക്ട് വിടും. കോണ്ടാക്ട് വിടുമ്പോൾ ഇത് ട്രിപ്പ് ആവും. അപ്പോൾ ഒരു പരിധിക്ക് വിട്ടുള്ള ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ തന്നെ ട്രിപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമൽ റിലേ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ട്രാൻസ്ഫോമറിന്റെ സെലക്ഷൻ ആണ് പറയാൻ പോണേ. അപ്പോ ഇപ്പൊ നമുക്കൊരു കൺസ്യൂമറിന് എത്രയാണ് ലോഡ് വരുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ആ ലോഡ് നമ്മൾ KVA കണ്ടുപിടിക്കാം. KVA കണ്ടുപിടിച്ചിട്ട് അതിന്റെ എബവ് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ വേണം നമ്മൾ വെക്കാൻ. പിന്നെ നമ്മുടെ സൈറ്റിന്റെ ഇതനുസരിച്ചിരിക്കും. ഇപ്പൊ ചില സൈറ്റിന് ഇനി ഒരുപാട് ഫ്യൂച്ചർ എക്സ്പാൻഷൻ വരാനുള്ള ഒരു സൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു 100 KVA ലോഡ് വരുന്ന ഒരു കൺസ്യൂമർ ആണ്, നമുക്ക് 160 മതി. പക്ഷെ ഇനി ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഉള്ള ഒരു സൈറ്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ നെക്സ്റ്റോ അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ലെവലിലുള്ള ട്രാൻസ്ഫോമർ വെക്കാം. ഇനി ചില സ്ഥലത്ത് ഇപ്പൊ ലോഡ് ഇത്രയും വരുന്നുണ്ട്, പക്ഷെ എപ്പോഴും നമുക്ക് ആ ഒരു ഫുൾ കണ്ടിന്യൂസ്ലി ആ ലോഡ് വർക്ക് ചെയ്യണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഡിമാൻഡ് എത്രയാന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ട്രാൻസ്ഫോമറിന്റെ സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് എത്രയാന്നുള്ളത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ്, ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡിലും സെക്കൻഡറി സൈഡിലും CB വെക്കണം, സർക്യൂട്ട് ബ്രേക്കർ വെക്കണം. ഇനി ട്രാൻസ്ഫോമർ ഒരു 10 MVAക്കാളും കൂടുതൽ വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു 2000 ലിറ്ററിന്റെ ഓയിൽ ട്രാൻസ്ഫോമർ അങ്ങനെയൊക്കെ ഇത്തിരി റേറ്റിംഗ് കൂടിയ അങ്ങനത്തെ വരുന്ന ട്രാൻസ്ഫോമർ വരുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ടാവണം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ കേബിളുകൾ കൊണ്ടുവരാൻ വേണ്ടി ട്രഞ്ച് ഇടുമ്പോൾ ഈ ട്രഞ്ചിനകത്ത് സാൻഡോ പെബിളോ വെച്ച് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫ്ലേമബിൾ അല്ലാത്ത സ്ലാബ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം ഈ ട്രഞ്ചിന്. പിന്നെ ഇനി എപ്പോഴാണ് ഇൻഡോർ ആയിട്ട് ട്രാൻസ്ഫോമർ വെക്കുക, എപ്പോഴാണ് ഔട്ട്ഡോർ ആയിട്ട് ട്രാൻസ്ഫോമർ വെക്കുക എന്നുള്ളത്. ഇപ്പൊ 630 KVAക്ക് എബവ് വരികയാണെങ്കിൽ നമ്മൾ ഇൻഡോർ തന്നെ വെക്കണം. 630 KVAക്ക് താഴെയാണെങ്കിൽ ഔട്ട്ഡോറും വെക്കാം. ഇനി ഇൻഡോർ വെക്കുമ്പോൾ നമുക്ക് ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ മാത്രമാണ് റെസിഡൻഷ്യൽ സ്ഥലത്തും കമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥലത്തും നമ്മൾ ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഇനി ഓയിൽ ഫീൽഡ് തന്നെ വെക്കണം നിർബന്ധമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഇൻസ്പെക്ടർ ഡയറക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ചെയ്യണം. ഇനി ഒരു വിധവും റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ബിൽഡിങ്സിൽ നമ്മൾ ഓയിൽ ഫീൽഡ് വെക്കാറില്ല. കാരണം എന്തെങ്കിലും ബ്ലാസ്റ്റിംഗ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ബിൽഡിങ്സിൽ ആൾക്കാരൊക്കെ കൂടുതലുണ്ടാവും. അപ്പൊ അവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഓയിൽ ഫീൽഡ് ട്രാൻസ്ഫോമേഴ്സ് ആവുന്നതും വെക്കാത്ത. ഇൻഡസ്ട്രിയൽ പേർപ്പസിനാണ് കൂടുതലും ഓയിൽ ഫീൽഡ് ട്രാൻസ്ഫോമേഴ്സ് എടുക്കുക. ഇനി ട്രാൻസ്ഫോമർ വെക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ബേസ്മെന്റിൽ വേണം വെക്കാൻ. ഇനി ബിൽഡിങ്ങിന്റെ ടോപ്പ് ഫ്ലോറിലൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള നമ്മൾ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റും അതുപോലത്തെ എക്സ്ട്രാ പെർമിഷൻ ഒക്കെ എടുത്തിട്ട് വേണം മുകളിലൊക്കെ വെക്കണ്ടെങ്കിൽ വെക്കാൻ പറ്റുള്ളൂ. ഒരുവിധവും നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ബേസ്മെന്റിലായിരിക്കും വെക്കുക. ഇനി നമ്മൾ മിനിമം ഇൻകമർ കേബിൾ 11 KVയുടെ കേബിള് സെലക്ട് ചെയ്യണം. നമ്മൾ ഫോൾട്ട് ലെവൽ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുക. പക്ഷെ മിനിമം 150 SQMMന്റെ XLPE അലുമിനിയം കേബിൾ ഇടണം എന്ന് ഇൻസ്പെക്ടറേറ്റ് ഓർഡർ ഉണ്ട്. ഇൻസ്പെക്ടറേറ്റ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് 150 SQMMന്റെ കേബിളെങ്കിലും ഇടണം എന്ന് ആണ് നിയമം. അപ്പൊ അതുകൊണ്ട് അതിലും താഴെ വരികയാണെങ്കിലും നമ്മൾ 150യുടെ ഇട്ടിരിക്കണം. ഒന്നെങ്കിൽ അതിന് എബവ് അല്ലെങ്കിൽ 150 ആണ് നമ്മൾ ഇൻകമർ 11 KV കേബിൾ ഇടുക. ഇനി പ്രൈമറി സൈഡിലത്തെ നമ്മൾ സ്വിച്ച് DO-ഫ്യൂസിന്റെ ഒക്കെ സെലക്ഷൻ ആണ് പറയാൻ. അപ്പൊ നമുക്ക് വോൾട്ടേജ് വരുന്നത് 11 KV ആണ്. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ പറയണത് 160 KVയുടെ ട്രാൻസ്ഫോമറിനാണല്ലോ. അപ്പൊ 160 KV ട്രാൻസ്ഫോമറിന്റെ കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് KVA എങ്ങനെ നമ്മൾ കാണുക, √3 VI അല്ലേ കാണുക. അപ്പൊ ഇവിടെ 160 KVA ഡിവൈഡഡ് ബൈ √3 പകരമാണ് 1.73 ഇൻറ്റു വോൾട്ടേജ് ഇത്ര അത് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് കിട്ടും. ഇവിടെ ഇപ്പൊ നമുക്ക് 8.4 ആണ് കറണ്ട് കിട്ടിയത്. അപ്പൊ നമ്മൾ ഫ്യൂസ് റേറ്റിംഗ് എടുക്കുമ്പോൾ 8.4ന് തൊട്ട് എബവ് ആയിട്ടുള്ള ഫ്യൂസ് റേറ്റിംഗ് എടുക്കുക. അപ്പൊ 16 എടുത്തു.
ഇനി ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡിലും സെക്കൻഡറി സൈഡിലും ഉള്ള എർത്തിങ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോൾട്ട് ലെവൽ വെച്ചിട്ടാണ്, അത് പറയാം. പിന്നെ ഇതനുസരിച്ച് നമ്മൾ എ ബി സ്വിച്ചും ലൈറ്റ്നിങ് അറസ്റ്റർ ഒക്കെ ഫോൾട്ട് ലെവലും അനുസരിച്ച് നമ്മൾ എ ബി സ്വിച്ചും ലൈറ്റ്നിങ് അറസ്റ്ററിന്റെ ഒക്കെ റേറ്റിംഗ് അനുസരിച്ച് കൊടുക്കണം. ഇനി ഇത് ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ ഡയറിയിലുള്ള ഒരു ചാർട്ടാണ്. ഇതിൽ കാണാം അപ് ടു ആൻഡ് ഇൻക്ലൂഡിംഗ് 400 kVA 400 kVA വരെയുള്ള ട്രാൻസ്ഫോമർ നമുക്ക് ഔട്ട്ഡോർ ആണ് ഇൻസ്റ്റലേഷൻ വരുന്നത്. അതിന് നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് എ ബി സ്വിച്ച്, ലൈറ്റ്നിങ് അറസ്റ്റർ, DO ഫ്യൂസ്. സെക്കൻഡറി സൈഡിലാണെങ്കിൽ MCCB, ഇപ്പോൾ അതിൽ എഴുതിയിട്ടുള്ള അത്രയും ഫെസിലിറ്റീസ് ഉള്ള MCCB വെക്കണം. ഇനി 400 kVA എബവ് ആണെങ്കിൽ നമുക്ക് ഇൻഡോർ വെക്കണം, AVSF യൂണിറ്റ്, VCB എന്ന് പറഞ്ഞാൽ വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ, അങ്ങനെ അതൊക്കെയുള്ള റിലേസും. ഇങ്ങനെ നമുക്ക് എന്താ റേറ്റിംഗ് കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രൊട്ടക്ഷനും കൂട്ടി കൊണ്ടുവരും. ഇപ്പൊ ഇതിനകത്ത് കാണാം ഒരു 400 ആൻഡ് ബിലോ 1000 kVA, അതിൽ കണ്ടോ ACB ആയി, അതുവരെ MCCB ആയിരുന്നു. നമുക്ക് 400 ആൻഡ് ബിലോ ബിറ്റ്വീൻ 400 kVA ആൻഡ് 1000 kVA അപ്പോൾ ACB എയർ സർക്യൂട്ട് ബ്രേക്കർ ഇൻകമർ വെക്കണം. അപ്പൊ അതിന് താഴേക്ക് മാത്രമാണ് നമ്മൾ ഇൻകമറിൽ MCCB വെക്കുള്ളൂ. അതിന് മേലേക്ക് പോകുമ്പോൾ നമ്മൾ ഇൻകമർ ACB വെക്കണം. അടുത്തത് ഇനി സെക്കൻഡറി സൈഡിലുള്ള സ്വിച്ച് ഗിയറിന്റെ സെലക്ഷൻ ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡറി സൈഡിൽ വരുന്നത് 433 വോൾട്ട് ആണ്. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി, ഇപ്പൊ നമ്മൾ എടുത്ത ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി 160 kVA. അപ്പൊ നമ്മൾ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ കറണ്ട് ചെയ്യാം, നമ്മുടെ KVA ഡിവൈഡഡ് ബൈ 1.73 into 433. നേരത്തെ 11 എടുത്ത പോലെ ഇവിടെ 433. അപ്പൊ നമുക്ക് കറണ്ട് 213.3 ആംപിയർ എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ഇൻകമർ ഇപ്പൊ നമ്മൾ MCCB ആയിരിക്കും വെക്കുക, കാരണം 160 അല്ലേ, 400 kVA താഴെയാണ്. നമ്മൾ ഇൻകമർ MCCB ആയിരിക്കും വെക്കുക. അപ്പൊ MCCBയുടെ റേറ്റിംഗ് നമ്മൾ എത്ര എടുക്കും? 250 ആംപിയർ എടുക്കും. 213.3യുടെ അബവ് ആയിട്ട് 250 ആംപിയറിന് MCCB എടുക്കും. ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സിന്റെ കപ്പാസിറ്റിയും അതിന്റെ സെക്കൻഡറി കറണ്ട് എത്ര വരുന്നു എന്നുള്ളതും സെക്കൻഡറി സൈഡിലെ കേബിൾ എത്ര സൈസ് വേണമെന്നുള്ളതിന്റെ ചാർട്ടാണ് ഇൻസ്പെക്ടർ ഡയറിയിലുള്ളതാണ്. ഇപ്പൊ ഇതിനകത്ത് കാണാം 160 kVAയുടെ ട്രാൻസ്ഫോമറിന് സെക്കൻഡറി കറണ്ട് 213.3, മിനിമം സൈസ് എന്ന് പറയുന്നത് 185 ഇടാം, അല്ലെങ്കിൽ 95 2 റൺ ഇടാം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സെക്കൻഡറി സൈഡിലത്തെ കേബിളിന്റെ സെലക്ഷൻ ചെയ്യുക. അടുത്തത് ഇനി ഫോൾട്ട് ലെവൽ കാൽക്കുലേഷൻ ആണ്. മെർത്തിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോൾട്ട് ലെവൽ കാൽക്കുലേഷൻ ആണ്. ആദ്യം നമ്മള് ഇപ്പൊ നമ്മുടെ സബ്സ്റ്റേഷൻ ഉണ്ടല്ലോ, സബ്സ്റ്റേഷന്റെ 110 kV സൈഡ്, അതിന്റെ ഫോൾട്ടിൽ അവിടെ എത്ര ഫോൾട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. പിന്നെ അവിടുത്തെ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി എത്രയാണെന്നും അവിടുത്തെ പെർസെന്റേജ് ഇമ്പിഡൻസ് എത്രയാണെന്നും കിട്ടണം. പിന്നെ ആ സബ്സ്റ്റേഷന് നമ്മുടെ പ്രമിസിലേക്ക് എത്ര ലെങ്ത് നമ്മൾക്ക് 11 kV ഫീഡർ വരുന്നുള്ളൂ എന്നുള്ളതിന്റെ ലെങ്ത് അറിയണം. പിന്നെ ഈ 11 kV ഫീഡറിന്റെ സൈസും സ്പേസിങ്ങും അറിയണം. പിന്നെ ഈ ലൈനിന്റെ റെസിസ്റ്റൻസ് അറിയണം. പിന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗും, പിന്നെ നമ്മുടെ പ്രെമിസസിൽ നമ്മൾ സോയിൽ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ മെഗർ ഒക്കെ വെച്ചിട്ട് സോയിൽ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കും. ആ സോയിൽ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിച്ചതിന്റെ വാല്യൂ, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഫോൾട്ട് ലെവൽ കാൽക്കുലേഷൻ ചെയ്യുക. ഇത് ഒരു നമ്മുടെ ഒരു സൈറ്റിൽ ഫോൾട്ട് ലെവൽ കാൽക്കുലേഷൻ ചെയ്തതിന്റെ ഒരു കാൽക്കുലേഷൻ ആണ്. ഇപ്പൊ ഇതിനകത്ത് കാണാം 110 kV സബ്സ്റ്റേഷനിലുള്ള ട്രാൻസ്ഫോമറിന്റെ അവിടുത്തെ ഫോൾട്ട് ലെവൽ എന്ന് പറയുന്നത് 1888.35 MVA ആണ് അവിടെ വരുന്ന ഫോൾട്ട് ലെവൽ. നമ്മൾ ബേസ് എടുക്കുന്നത്, ഇപ്പൊ നമ്മൾ ഇവിടെ 100 MVA ബേസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യണതാണ്. ഇപ്പൊ ചെറിയൊരു ഗ്രിഡ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു 100 MVAയുടെ 150 MVAയുടെ 200 MVAയുടെ 3 ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ 100 MVA ബേസ് വെച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ 150 MVA ബേസ് എടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ് ഏതിനെ ബേസ് ചെയ്ത് എടുക്കണമെന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ പൊതുവായിട്ടൊരു 100 MVA ബേസ് എടുക്കണമെന്ന് മാത്രം. അപ്പൊ ഇനി ഫോൾട്ട് MVA കാണണം. അപ്പൊ നമ്മള് ബേസ് MVA 100 എടുത്തു, ഇനി ഫോൾട്ട് MVA കാണണം. അപ്പൊ അതിന് നമ്മൾ ബേസ് MVA ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ഇമ്പിഡൻസ് ഇൻറ്റു 100 ചെയ്യണം. നമുക്ക് ഇവിടെ 11 kV സോഴ്സ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേസ് MVA 100 ഡിവൈഡഡ് ബൈ ഫോൾട്ട് MVA നമുക്ക് സബ്സ്റ്റേഷൻ കിട്ടിയ വാല്യൂ 188.35 ഇൻറ്റു 100 ചെയ്ത പെർസെന്റേജിൽ കിട്ടും. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 188.35 ഇൻറ്റു 100, അപ്പൊ 5.29 ആണ് നമുക്ക് സോഴ്സ് ഇമ്പിഡൻസ് മൊത്തത്തിൽ വരുന്നത്.
ഇനി നമ്മൾ അവിടെ ഈ സബ്സ്റ്റേഷനിൽ 2 ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യണത്. അത് 12.5 MVA കപ്പാസിറ്റി ഉള്ള 2 ട്രാൻസ്ഫോമേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ 2 എണ്ണത്തിന്റെ പെർസെന്റേജ് ഇമ്പിഡൻസ് 9.5 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇനി ആ ട്രാൻസ്ഫോമേഴ്സിന്റെ ഇമ്പിഡൻസും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ട്രാൻസ്ഫോമർ 1 ബേസ് MVA ഇൻറ്റു പെർസെന്റേജ് ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി. അപ്പൊ 100 ഇൻറ്റു പെർസെന്റേജ് ഇമ്പിഡൻസ് 9.5 ഡിവൈഡഡ് ബൈ കപ്പാസിറ്റി 12.5. അത് ചെയ്യുമ്പോൾ 76% എന്ന് കിട്ടി. അതുപോലെ ട്രാൻസ്ഫോമർ 2ന്റെയും 76% എന്ന് കിട്ടി. അപ്പൊ ഇത് രണ്ടും നമ്മൾ പാരലൽ ചെയ്തിട്ടായിരിക്കുമല്ലോ വെച്ചിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ റെസിസ്റ്റൻസും പാരലൽ അല്ലേ? അപ്പൊ പാരലൽ ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് കാണുക? 1 ഇപ്പൊ ഇമ്പിഡൻസ് അല്ലേ? അപ്പൊ Z അപ്പൊ 1/Z1 + 1/Z2 അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. അപ്പൊ അതിന്റെ ഇതാണ് ഈ ചെയ്തിരിക്കണേ. അപ്പൊ 1/Z = 1/Z1 + 1/Z2 ഇതാണ് ഇക്വേഷൻ. അതൊന്ന് നമുക്ക് റെസിപ്രോക്കൽ എടുത്തിട്ടാണ് നമ്മൾ ഈ Z1 × Z2/Z1 + Z2 എന്നുള്ള ഇക്വേഷൻ കിട്ടണം. അപ്പൊ ഇതിനകത്ത് നമ്മളിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 38% എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ ഇമ്പിഡൻസ് എങ്ങനെയായിരിക്കും വരിക? നമ്മൾ ഇപ്പൊ കിട്ടിയ ഇമ്പിഡൻസ് 38% പ്ലസ് നമുക്ക് സബ്സ്റ്റേഷനിൽ ഓൾറെഡി ഉള്ള 5.29 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഇമ്പിഡൻസ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് 43.29 എന്നുള്ളത് ടോട്ടൽ ഇമ്പിഡൻസ് കിട്ടി. ഇനി നമുക്ക് 11 kV ബസിന്റെ അവിടെയുള്ള ഫോൾട്ട് ലെവൽ കാണണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ബേസ് MVA × 100 ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ ഇമ്പിഡൻസ് ചെയ്ത് നമുക്ക് ബേസ് ഇത് കിട്ടും. 231 എന്ന് പറയുന്നതാണ് ടോട്ടൽ ഫോൾട്ട് MVA വരുന്നത്. ഇനി നമുക്ക് സബ്സ്റ്റേഷൻ നമ്മുടെ പ്രിമിസസിലേക്കുള്ള ലെങ്ത് നോക്കിയപ്പോ 5 കിലോമീറ്റർ ആണ്. ഇനി ഈ 11 kV കണ്ടക്ടേഴ്സ് നമ്മളെ സ്പേസിംഗ് എന്ന് പറയുന്നത് 1.2 meters ആണ്. ഈ 11 kV കണ്ടക്ടറിന്റെ റേഡിയസ് 0.6135 സെന്റിമീറ്റർ ആണ്. അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.38 Ohm per kilometer ആണ്. ഇനി ഇപ്പൊ നമുക്ക് ഫോൾട്ട് ലെവൽ കിട്ടി എത്ര? 231 MVA ഇതുവരെയുള്ള ഫോൾട്ട് കിട്ടി. ഇനി നമ്മൾക്ക് നമ്മുടെ 11 kV ഫീഡറും കൂടെ അതിൽ കൂടെ വന്നിട്ട് വേണം നമ്മുടെ ട്രാൻസ്ഫോമറിലേക്ക് വരാൻ. അപ്പൊ അതും കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇതിപ്പോ തിരിച്ച് ചെയ്തിരിക്കണതാണ് സോഴ്സ് ഇമ്പിഡൻസ്. നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ ആണ് 43.29. ഇനി നമുക്ക് 11 kV ലൈനിന്റെ ഇൻഡക്ടൻസ് കാണണം. ഇൻഡക്ടൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് 2 log D/R + 0.5 × 10⁻⁷. ഇതിൽ D എന്ന് പറയണത് ഈ കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. നേരത്തെ കണ്ടു 1.2 എന്ന് കണ്ടു. 1.2 meters ആയിരുന്നു. അപ്പൊ അത് സെന്റിമീറ്ററിലേക്ക് പറഞ്ഞാൽ 120 ഡിവൈഡഡ് ബൈ റേഡിയസ് നേരത്തെ നമ്മൾ കണ്ടു 0.6135 എന്ന് കണ്ടു. അതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 11.05 × 10⁻⁴ എന്ന് കിട്ടും. ഇനി റിയാക്ടൻസ് കാണാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ L ഇൻഡക്ടൻസ് ഇതിൽ കിട്ടുന്നത് ഫാരഡിൽ കിട്ടുന്നത്. ഇനി റിയാക്ടൻസ് നമുക്ക് ഓമിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2πf × L എടുക്കുക. L എന്ന് പറയുന്നതാണ് ഇപ്പൊ കിട്ടിയ ഇൻഡക്ടൻസ്. ഇനി F എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി 50 Hz. ഇപ്പൊ 2 × π എന്ന് പറയുന്നത് 3.14 × 50 ഇൻറ്റു ഇപ്പൊ കിട്ടിയ ഇൻഡക്ടൻസ് 11.05 × 10⁻⁴. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1 കിലോമീറ്ററിന് എത്ര റിയാക്ടൻസ് കിട്ടുന്നുണ്ടെന്ന് വരും. 0.347 Ohm per kilometer നമുക്ക് കിട്ടി. ഇനി 5 കിലോമീറ്റർ ആണ് നമ്മുടെ മൊത്തം ദൂരം. അപ്പൊ 5 കിലോമീറ്ററിനുള്ള ഇൻഡക്ടൻസ് കാണണമെങ്കിൽ × 5 ചെയ്യാം. അപ്പൊ 0.347 × 5 = 1.735 Ohm എന്ന് കിട്ടി. ഇനി നമുക്ക് റെസിസ്റ്റൻസ് കാണാം. അപ്പൊ 1 കിലോമീറ്ററിന് 0.38 ആയിരുന്നു നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ കിട്ടിയത്. അപ്പൊ 5 കിലോമീറ്ററിന് 0.38 × 5 1.9 Ohm നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ ഇമ്പിഡൻസ് കാണണം. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസും കിട്ടി, ഇൻഡക്ടൻസ് കാരണമുള്ള റിയാക്ടൻസും കിട്ടി. അപ്പൊ ടോട്ടൽ ഇമ്പിഡൻസ് കാണണമെന്നുണ്ടെങ്കിൽ √ നമ്മുടെ റിയാക്ടൻസിന്റെ സ്ക്വയർ പ്ലസ് റെസിസ്റ്റൻസിന്റെ സ്ക്വയർ അത് ചെയ്താൽ നമുക്ക് ടോട്ടൽ ഇമ്പിഡൻസ് കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ 11 kV ഫീഡറിൽ കൂടെയുള്ള ഇമ്പിഡൻസും കൂടെ കിട്ടി 2.57 Ohm. നമുക്ക് സബ്സ്റ്റേഷനിലുള്ള ഇമ്പിഡൻസ് കിട്ടി, ട്രാൻസ്ഫോമറിന്റെ ഇമ്പിഡൻസ് കിട്ടി, നമ്മുടെ 11 kV ഫീഡറിന്റെ ഇമ്പിഡൻസ് കിട്ടി, എല്ലാം കിട്ടി. ഇനി പെർസെന്റേജ് ഇമ്പിഡൻസ് ഓഫ് 11 kV ലൈൻ ടു ബേസ് MVA ചെയ്യാൻ പോവാം. ബേസ് MVA × ടോട്ടൽ ലൈൻ ഇമ്പിഡൻസ് × 100 ഡിവൈഡ് ബൈ kV². നമ്മുടെ kV 11 ആണല്ലോ. അപ്പൊ ബേസ് MVA എത്രയാ? 100 × ടോട്ടൽ ഇമ്പിഡൻസ് 2.57 × 100 ഡിവൈഡഡ് ബൈ 11² അത് ചെയ്തപ്പോൾ നമുക്ക് പെർസെന്റേജ് ഇമ്പിഡൻസ് 212.39% കിട്ടി. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയ ട്രാൻസ്ഫോമറിന്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചാൽ 43.29 പ്ലസ് ഇപ്പൊ നമ്മുടെ ലൈനിന്റെ 212.39 ആഡ് ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ നമ്മുടെ പ്രിമിസ് വരെയുള്ള ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 255.68% ആണ് കിട്ടി. ഇനി നമുക്ക് ഫോൾട്ട് MVA 11 kV ട്രാൻസ്ഫോമർ ശകുന്തള എന്ന് പറയുന്നത് ആ സൈറ്റിന്റെ പേരാണ്. അപ്പൊ അവിടെയുള്ള ഫോൾട്ട് ലെവൽ കിട്ടാൻ വേണ്ടി ബേസ് MVA × 100 ഡിവൈഡഡ് ബൈ ഇപ്പൊ കിട്ടിയ ടോട്ടൽ ഇമ്പിഡൻസ് ചെയ്യാം.
അപ്പൊ നമുക്ക് 39.11 MB എന്ന് കിട്ടി. ഇപ്പൊ ട്രാൻസ്ഫോമർ വരെയുള്ള നമ്മുടെ ഫോൾട്ട് MB എന്ന് പറയുന്നത് 39.11 MB ആണ്. ഇനി നമ്മൾ എർത്തിങ് ഡിസൈൻ ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മുടെ ഫോൾട്ടിന്റെ ഡ്യൂറേഷൻ ഒരു 3 സെക്കൻഡ് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകണം. നമ്മൾ സോയിൽ റെസിസ്റ്റിവിറ്റി അപ്രമിസിന്റെ സോയിൽ റെസിസ്റ്റിവിറ്റി ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് 65 ഓം മീറ്റർ എന്നാണ് സോയിൽ റെസിസ്റ്റിവിറ്റി കിട്ടിയിരിക്കുന്നത്. പിന്നെ ഫോൾട്ട് കറണ്ട് കണ്ടുപിടിക്കണം. നമ്മൾ ബേസ് MB 100 എടുത്തു, കുറച്ച് കൂടുതൽ ഫോൾട്ട് വരുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ 150 MB ആണ് നമ്മൾ ഫോൾട്ടിന്റെ ബേസ് എടുക്കണേ, ഡിവൈഡഡ് ബൈ √3 × 11. അത് ചെയ്തപ്പോൾ നമുക്ക് ഫോൾട്ട് കറണ്ട് 7.9 കിലോ ആംപിയറിന് കിട്ടി. ഇനി പെർമിസിബിൾ കറണ്ട് ഡെൻസിറ്റി ഓഫ് എൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് 7.57 × 10⁻³ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് റോ എന്ന് പറയുന്നത് സോയിൽ റെസിസ്റ്റിവിറ്റി ആണ്, ഇൻറ്റു ടി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ഫോൾട്ടിന്റെ ഡ്യൂറേഷൻ അല്ലേ 3 സെക്കൻഡ് അത്. അപ്പൊ അത് നമ്മൾ ആ വാല്യൂസ് അതിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് 624.58 വാല്യൂ കിട്ടി. ഇനി ഇലക്ട്രോഡിന്റെ ഏരിയ കിട്ടാൻ വേണ്ടി അപ്പൊ ഫോൾട്ട് കറണ്ട് ഡിവൈഡഡ് ബൈ കറണ്ട് ഡെൻസിറ്റി ചെയ്യാം. 7.9 × 1000 ഡിവൈഡ് ബൈ ഇപ്പൊ കിട്ടിയ വാല്യൂ അത് ചെയ്യുമ്പോൾ നമുക്ക് 12.64 നമുക്ക് വാല്യൂ കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ CI പ്ലേറ്റ് ആണ് യൂസ് ചെയ്യണേ. അപ്പൊ നമുക്ക് ഈ 12.64 വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന എടുക്കുമ്പോൾ നമ്മൾ 1200 × 1200 × 12 mm CI പ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 2.88 ആണ്. നമുക്ക് എത്ര നമ്പർ ഓഫ് പ്ലേറ്റ് വേണം എന്നുള്ള കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ നമുക്ക് കിട്ടിയ ടോട്ടൽ ഏരിയ ഡിവൈഡഡ് ബൈ നമ്മുടെ പ്ലേറ്റിന്റെ ഏരിയ ചെയ്യാം. അപ്പൊ നമ്മൾ ഫോൾട്ട് കറണ്ട് വെച്ചിട്ട് നമ്മൾ കറണ്ട് ഡെൻസിറ്റിയും വെച്ചിട്ട് കിട്ടിയ നമ്മുടെ ഏരിയ അതും പിന്നെ നമ്മളിപ്പോ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേറ്റിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര നമ്പർ ഓഫ് പ്ലേറ്റ്സ് വേണമെന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ 12.64 ഡിവൈഡ് ബൈ 2.88 ചെയ്തപ്പോ 4.38 കിട്ടി. അപ്പോ 5 പ്ലേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. 4.38 അതിനെക്കാട്ടും വലിയ വാല്യൂ എടുക്കുക, റൗണ്ട് ഫിഗർ എടുക്കുക, 5 നമ്പർ ഓഫ് പ്ലേറ്റ്സ് എന്ന് കിട്ടി. ഇതിപ്പോ നമ്മള് LT സൈഡിന്റെ ഇനി നമ്മൾ 11 kV സൈഡിന്റെ ചെയ്യാൻ പോകും. അപ്പൊ ബേസ് MVA ഡിവൈഡഡ് ബൈ √3 × 11 kV നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ 7.9 kA. ഇനി assume current density of GI strip as 46 ആംപിയർ ആണ്. ഇതിൽ കൂടെ ഒരു mm² കൂടെ പോണത് 46 ആംപിയർ ആണെന്ന് കണക്ക് കൂട്ടിയിട്ട് നമ്മള് എന്താ 7.9 × 1000 ഡിവൈഡ് ബൈ 46 അപ്പൊ 171.7 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ GI സ്ട്രിപ്പ് ആണ് യൂസ് ചെയ്യണതിന്റെ കിട്ടാൻ വേണ്ടിയിട്ട് 38 × 6 mm GI സ്ട്രിപ്പ് ആണെങ്കിൽ 38 × 6 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോ നമ്മുടെ പ്രൈമറി സൈഡിലത്തെ കഴിഞ്ഞു. ഇനി നമ്മുടെ സെക്കൻഡറി സൈഡിലത്തെയാണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 250 kV ആണ്. ഈ 250 kVയുടെ ട്രാൻസ്ഫോമറിന് നമ്മൾ 4% ആണ് ഇമ്പിഡൻസ് ഉള്ളത്. നമ്മുടെ വോൾട്ടേജ് റേഷ്യോ എന്താ 11 kV ബൈ 433 kV ആണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് റേഷ്യോ. അപ്പൊ നമുക്ക് പെർസെന്റേജ് ഇമ്പിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബേസ് MVA ഡിവൈഡ് ബൈ ഫോൾട്ട് MVA × 100. ബേസ് MVA നമ്മൾ 100 എടുക്കുന്നത്, ഫോൾട്ട് നമ്മൾ ഫോൾട്ടിന്റെ ബേസ് നമ്മൾ എടുക്കുന്നത് 150 ആണ്. അപ്പൊ 100 ഡിവൈഡ് ബൈ 150 × 100 ചെയ്തപ്പോൾ 66.6% എന്ന് കിട്ടി. ഇനി പെർസെന്റേജ് ഇമ്പിഡൻസ് ഓഫ് ട്രാൻസ്ഫോമർ ടു ദ ബേസ് MVA കിട്ടാൻ വേണ്ടി ബേസ് MVA × ട്രാൻസ്ഫോമർ പെർസെന്റേജ് ഇമ്പിഡൻസ് ഡിവൈഡ് ബൈ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി. ബേസ് MVA നമ്മൾ എടുക്കുന്നത് 100 ആണ്, പെർസെന്റേജ് ഇമ്പിഡൻസ് 4 ആണ്, ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി 0.25 ആണ്. നമുക്ക് 1600% പെർസെന്റേജ് ഇമ്പിഡൻസ് കിട്ടി. ഇനി ടോട്ടൽ ഇമ്പിഡൻസ് കിട്ടാൻ വേണ്ടി നേരത്തെ കിട്ടിയ 66.6ഉം ഇപ്പൊ കിട്ടിയ 1600 കൂടെ ആഡ് ചെയ്യാം. അപ്പോ നമുക്ക് 166.6 ടോട്ടൽ ഇമ്പിഡൻസ് കിട്ടി. ഇനി നമ്മള് ഇതിനെ ഫോൾട്ട് MVA നേരത്തെ നമ്മൾ HT സൈഡിൽ ചെയ്ത അതേപോലത്തെ കാൽക്കുലേഷൻസ് തന്നെയാണ് LT സൈഡിലും ചെയ്യണേ. നേരത്തെ നമ്മൾ ഇതുപോലെ തന്നെ ഫോൾട്ട് MVA HT സൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബേസ് MVA × 100 ഡിവൈഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും ബേസ് MVA 100 ഡിവൈഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ് എടുക്കുക, × 100 ചെയ്യുമ്പോൾ പെർസെന്റേജിൽ കിട്ടും. നമുക്ക് 6 കിട്ടി. ഇനി ഫോൾട്ട് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോൾട്ട് MVA ഡിവൈഡ് ബൈ √3 × നേരത്തെ 11 kV ആയിരുന്നു, ഇവിടെ 433 വോൾട്ട് ആണ്. അപ്പൊ ഫോൾട്ട് MVA ഡിവൈഡ് ബൈ √3 × 433 ചെയ്യുക. അപ്പൊ നമുക്ക് ഫോൾട്ട് കറണ്ട് കിട്ടും. ഇനി GI സ്ട്രിപ്പിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 46 ആംപിയർ പെർ mm² ആണ് നമ്മുടെ GI സ്ട്രിപ്പിന് അലൗവബിൾ ആയിട്ടുള്ള കറണ്ട്. അപ്പോ നമുക്ക് ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ കിട്ടിയ ഫോൾട്ട് കറണ്ട് ഡിവൈഡ് ബൈ 46 ചെയ്യുക. അപ്പൊ എത്ര mm വേണമെന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മളൊരു 15% എക്സ്ട്രാ കൂടെ നോക്കിയിട്ടാണ് നമ്മൾ 200.02 mm എടുക്കുക. അപ്പൊ 200.02 mm GI സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ 38 × 6 mm GI സ്ട്രിപ്പ് LT സൈഡിൽ യൂസ് ചെയ്യാം.
അപ്പൊ നമുക്ക് ഇപ്പൊ ഫോൾട്ട് ലെവലിൽ വെച്ച് നമുക്ക് കിട്ടിയ റിസൾട്ട്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എർത്ത് പിറ്റ്സ് എത്ര വേണമെന്ന് കിട്ടി, 5 കിട്ടി. പ്രൈമറി സൈഡിലത്തെ സ്ട്രിപ്പിന്റെ ഇത് കിട്ടി 38x6. അതുപോലെ LT സൈഡിന്റെയും 38x6 വേണമെന്ന് കിട്ടി. ഇത്രയുമാണ് എർത്തിങ്ങിൽ നമുക്ക് കാൽക്കുലേഷൻസ് വരുന്നത്. ഈ ഫോൾട്ട് കറണ്ട് നമ്മൾ ഈ എടുക്കുന്ന ഇപ്പൊ ഇതിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ഫോൾട്ട് കറണ്ട് എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ള എന്താ ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ഈ കേബിളിന്റെ സൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് വെച്ചിട്ടാണ് എടുക്കണം.